Good morning. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. അതിന്റെ 2 ടൈപ്പ് ഡിസ്ചാർജ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. റൂട്ടീൻ ഡിസ്ചാർജും AMA ഡിസ്ചാർജും. ഓക്കെ, എല്ലാവരും വായിച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം അല്ലേ. ഓക്കെ, AMA ഡിസ്ചാർജ് എന്ന് പറഞ്ഞാല് രോഗി എന്ത് ചെയ്യാണ്, സ്വയം ഇഷ്ടപ്രകാരം ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നതിനെയാണ് AMA ഡിസ്ചാർജ് എന്ന് പറയുന്നത്. പല കാരണങ്ങൾ കൊണ്ടാണ് പോകുന്നതെന്ന് ഒരു ക്ഷീണം പോലെ ഇല്ല, കുഴപ്പമൊന്നുമില്ല, ക്ഷീണമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോ AMA ഡിസ്ചാർജിന് പല കാരണങ്ങളുണ്ട് അല്ലെ, വെറൈറ്റി ഓഫ് റീസൺസ് ഇൻക്ലൂഡിംഗ് എ ഡിസൈർ ടു ലീവ് ദ ഹോസ്പിറ്റൽ ഏർലി, ഡിസഗ്രിമെന്റ് വിത്ത് ദ റെക്കമെൻഡഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ ഓർ ഡിഫക്ട് വിത്ത് ദ ക്വാളിറ്റി ഓഫ് കെയർ. ഈ 3 റീസൺ കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, AMA സംഭവിക്കുന്നത് കേട്ടോ. ദെൻ ഒരു AMA ഫോം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയേ, കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാവർക്കും AMA ഫോം? കാണാൻ പറ്റുന്നില്ലേ? ഒന്ന് വായിച്ചു നോക്കിയേ നിങ്ങൾ അത്. AMA ഫോം എങ്ങനെയാണ്, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളതെന്ന് എല്ലാവരും ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തേ. ഓക്കെ, AMA form contains, മൈൻഡിൽ റീഡ് ചെയ്യാം കേട്ടോ. I am leaving the hospital ward against the medical advice. Doctor explained to me about my disease condition and ill effects of discharge medical advice. Doctors, hospital and staff will not be responsible for any ill effects that may happen after my departure. അതായത് ഇവിടെ പേഷ്യന്റ് എന്താ പറയാ, അവരുടെ ഇഷ്ടപ്രകാരം പോകുന്നതാണ് അല്ലെ. അപ്പൊ അങ്ങനെ പോകുന്നതിന് മുമ്പായിട്ട് ഒരു ഫോമിൽ അവർ എന്ത് എഴുതി കൊടുക്കണം, അതായത് ഈ ഒരു കൺസെന്റ് പോലുള്ളൊരു സംഭവം എഴുതി കൊടുക്കണം. ഓക്കെ, അതിന്റെ ഒരു എന്താ പറയാ മോഡലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിന്റെ എക്സ്പ്ലനേഷൻ വരുന്നത്, ഞാൻ വൈദ്യോപദേശത്തിനെതിരായിട്ട് ആശുപത്രി വിടുകയാണ്. എന്റെ രോഗാവസ്ഥയെ കുറിച്ചും ഡിസ്ചാർജ് മെഡിക്കൽ ഉപദേശത്തിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ചും ഡോക്ടർ എന്നോട് വിശദീകരിച്ചു. അപ്പോ പോകുന്ന പേഷ്യന്റ് ആരാണോ അയാൾ അവിടെ എന്താ പറയാ എഴുതി കൊടുക്കുകയാണ്, എന്താണ്, ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോകുന്നതിന് മുമ്പായിട്ട് ഡോക്ടർ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എന്റെ മെഡിക്കൽ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോയാൽ എനിക്ക് ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട് എന്താണ്, അതായത് ഈ ഇഫക്ട് എന്താണ്, ദൂഷ്യഫലങ്ങൾ എന്താണെന്ന് കൂടി എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അയാള് സ്വയം എഴുതി കൊടുക്കുകയാണ്. ഓക്കെ, ഇനി അതുകൂടാതെ ഒരു കാര്യം കൂടി അതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ പോയതിന് ശേഷം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, അതായത് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടായാലും എന്തെങ്കിലും എഫക്റ്റുകൾ ഉണ്ടായി കഴിഞ്ഞാല് ഡോക്ടറോ അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫോ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലോ അതിന് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കില്ല. ഇതാണ് AMA എന്ന് പറയുന്നത് കേട്ടോ. അതായത് AMA ഡിസ്ചാർജ് നടക്കുന്നതിന് മുമ്പ് ഹോസ്പിറ്റൽ അതോറിറ്റി അവർക്കൊരു ഫോം കൊടുക്കും. ആ ഫോമില് പേഷ്യന്റ് AMA വാങ്ങിപ്പോകുന്ന പേഷ്യന്റ് എഴുതി കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ഓക്കെ, അതായത് ഈ കൺസെന്റ്, ഇതിനെ കൺസെന്റ് എന്നാ പറയുന്നത്. ഈ കൺസെന്റ് ഈ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം, അവര് സൂക്ഷിച്ചു വെക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് അവർ സൂക്ഷിച്ചു വെക്കുന്നത്, അതായത് ഈ രോഗി പോകുന്ന വഴിക്ക്, ഈ രോഗി ഇവിടുന്ന് അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണല്ലോ പോകുന്ന വഴിക്ക് ആ രോഗി മരണപ്പെടുകയോ അല്ലെങ്കിൽ ആ രോഗിക്ക് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാലോ ആ ഹോസ്പിറ്റലിന് അതിന്മേല് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കില്ല. ഇപ്പോ രോഗി ഡെത്തായി കഴിഞ്ഞാൽ പോലീസ് കേസ് ആവുകയാണ്. പോലീസ് കേസ് ആവുമ്പോൾ അവരെങ്ങോട്ടാ വരിക, ചികിത്സിച്ചിരുന്ന ഹോസ്പിറ്റലിലേക്കാണ് വരിക. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇവർ ഈ കൺസെന്റ് എടുത്ത് കാണിച്ചു കൊടുക്കും, അതെ രോഗി ഇങ്ങനെ തന്നിട്ടാണ് ഇവിടെ പോയിട്ടുള്ളത്, ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല. അപ്പൊ ഹോസ്പിറ്റലിന്റെ പേര് എന്തുണ്ടാവില്ല, കേസ് ഉണ്ടാവില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ രോഗിയുടെ കയ്യിൽ നിന്ന് ഈ ഒരു കൺസെന്റ് വാങ്ങി സൂക്ഷിക്കുന്നത്.
ഓക്കെ. ഇനി അതുപോലെ തന്നെ അതിനകത്ത് കൺസെന്റ് ഒന്നുകിൽ പേഷ്യന്റ് ആയിരിക്കാം എഴുതി കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ് ആവാം എഴുതി കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ആദ്യം തന്നെ ഈ ഒരു ഫോം ഇതുപോലെ തന്നെ അതായത് ഇതിനകത്ത് ഇതിങ്ങനെ തന്നെ കാണുന്ന രീതിയിൽ എഴുതി കൊടുത്തിട്ട് ആ പേഷ്യന്റിന്റെ അല്ലെങ്കിൽ ആ പേഷ്യന്റ് റിലേറ്റീവിന്റെ പേര് എഴുതണം. അതിനുശേഷം റിലേറ്റീവ് ആണെങ്കിൽ പേഷ്യന്റുമായിട്ടുള്ള റിലേഷൻ എഴുതണം. ദെൻ സിഗ്നേച്ചർ ഇടണം, പിന്നെ ഡേറ്റ് ഇടണം. എപ്പോഴാണ്, ഏത് ഡേറ്റിനാണ് ഇയാള് പോയതെന്ന് ആ ഒരു ഡേറ്റ് അവിടെ എഴുതിയിരിക്കണം. അതുപോലെ തന്നെ ടൈം, എപ്പോഴാണ് AMA വാങ്ങിച്ച് ഇദ്ദേഹം പോയെന്നുള്ള ഒരു ടൈമും കൂടി എന്ത് ചെയ്യണം, അവിടെ മെൻഷൻ ചെയ്തിരിക്കണം. അപ്പൊ ഇതാണ് എന്ത് AMA ഫോമില് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് കേട്ടോ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ഓക്കെ. The next one, ട്രാൻസ്ഫേഴ്സ് ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. അപ്പൊ മൂന്നാമത്തെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ട്രാൻസ്ഫേഴ്സ് ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ആണ്. ഓക്കെ. അതായത് മറ്റൊരു ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് രോഗിയെ മാറ്റുന്നു. അതിന്റെ ഡീറ്റെയിൽ എന്താണെന്ന് നോക്കാം നമുക്ക്. either as a referral or as a patient request, transfer to another healthcare facility refer to the process of moving patient from one hospital or healthcare facility to another, usually for the purpose of getting specialized medical care or services that are not available at the present facility. The transfer may be arranged by the healthcare provider or hospital where the patient is presently receiving care, or it may be requested by the patient or their family due to valid reason. A physician's referral form is used to refer patients to a specialist for medical treatment while transferring to another hospital. Okay. ഇവിടെ പറയുന്നത് മറ്റൊരു ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് രോഗിയെ മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ. അതായത് ഒരു രോഗിയെ, അതായത് ഒരു പേഷ്യന്റ് ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയിൽ ഇരിക്കുകയാണ്. അപ്പൊ പല കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാം, അദ്ദേഹത്തെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാം. ഇതിനെ പറയുന്നതും ഡിസ്ചാർജ് തന്നെയാണ്. ഓക്കെ. അപ്പോ ഈ ഒരു എങ്ങനെയാണ് ട്രാൻസ്ഫറിങ്, അതായത് ഈ രോഗിയെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന പല സിറ്റുവേഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഹോസ്പിറ്റലിൽ നിലവിൽ ചികിത്സയിലിരിക്കുന്ന ഒരു പേഷ്യന്റിന് മതിയായ ട്രീറ്റ്മെന്റ് ആ ഹോസ്പിറ്റലിൽ കിട്ടുന്നില്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ അതിനുള്ള ഫെസിലിറ്റീസ് അവിടെ അവൈലബിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യും, വേറെ ഹോസ്പിറ്റലിലേക്ക് എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. അതാണ് ഒരു റീസൺ എന്ന് പറയുന്നത്. രണ്ടാമത്തത് സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കെയർ ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട്, അതായത് സ്പെഷ്യൽ ആയിട്ടുള്ള മെഡിക്കൽ കെയർ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സാധാ ഒരു എന്താ പറയാ ലോക്കൽ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ആണെന്ന് വിചാരിക്കുക. അവിടെ കാര്യമായിട്ടുള്ള ഫെസിലിറ്റീസ് ഇല്ല, അയാളുടെ രോഗത്തിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയർ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ ഇല്ല എന്ന് വിചാരിക്കുക. അപ്പൊ അയാൾ എന്ത് ചെയ്യും, ആ ഒരു അയാൾ താമസിക്കുന്ന ആ ഒരു സ്റ്റേറ്റിലെ തന്നെ ഏറ്റവും മികച്ച ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് കെയർ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഹോസ്പിറ്റലിലേക്ക് എന്ത് ചെയ്യും, ഷിഫ്റ്റ് ആക്കാറുണ്ട്. ഓക്കെ. അതാണ് എന്ത് സ്പെഷ്യലൈസ്ഡ് കെയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഒന്നെന്ന് പറയുന്നത് സൗകര്യം, അതായത് ആവശ്യമുള്ള മതിയായിട്ടുള്ള സൗകര്യം ആ ഹോസ്പിറ്റലിൽ ഇല്ലെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. രണ്ടാമത്തത് സ്പെഷ്യലൈസ്ഡ് കെയർ കിട്ടാൻ വേണ്ടിയിട്ടും ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഈ ഒരു ട്രാൻസ്ഫർ എന്താ പറയാ ചെയ്യുന്നത്, അതായത് പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ഫിസിഷ്യൻ ആകാം. ഓക്കെ. ഫിസിഷ്യൻ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലാണ് എന്ത് ചെയ്യുന്നത്, ഡയറക്റ്റ് ആയിട്ട് പേഷ്യന്റിനോട് പോകാനായിട്ട് പറയുന്നത്. കാരണം അവർക്കറിയാം ഈ ഒരു ഹോസ്പിറ്റലിൽ അവർക്ക് മതിയായിട്ടുള്ള ഫെസിലിറ്റീസ് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച തരത്തില് അവർക്ക് ഫെസിലിറ്റീസ് കൊടുക്കുന്ന ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതാണ് അത്യാവശ്യമെന്ന് അവർക്ക് അറിയാനായിട്ട് സാധിക്കും. ഏത് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഫിസിഷ്യൻ അറിയാനായിട്ട് സാധിക്കും. അപ്പൊ ഫിസിഷ്യൻ തന്നെയാണ് പറയുന്നത് എന്താണ്, ഇവരെ എത്രയും പെട്ടെന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഒന്നെങ്കിൽ ഫിസിഷ്യന്റെ അഭ്യർത്ഥന പ്രകാരം അല്ലെങ്കിൽ അയാളുടെ നിർദ്ദേശപ്രകാരമായിരിക്കാം രോഗിയെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ രോഗിയുടെ ഫാമിലീസോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവിടെ നിന്ന് ട്രാൻസ്ഫർ വാങ്ങി പോകാറുണ്ട്. അപ്പൊ രണ്ട് തരത്തിൽ സംഭവിക്കാം അല്ലെ. ഒന്ന് ഫിസിഷ്യൻ നേരിട്ട് പറയുന്നത് മൂലം, ഓക്കെ, അയാളുടെ സജഷൻ കൊണ്ട് രോഗിയെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യിക്കാം. അല്ലെങ്കിൽ രോഗിയുടെ ബന്ധുക്കളോ ഈ നിലവിലുള്ള ഹോസ്പിറ്റലിലെ ചികിത്സയുടെ പോരായ്മ കൊണ്ട് ട്രാൻസ്ഫർ വാങ്ങി പോകാറുണ്ട്. ഓക്കെ. അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്, ട്രാൻസ്ഫർ സംഭവിക്കുന്നത് കേട്ടോ. ഓക്കെ.
ഇനി അടുത്തത് ഇവിടെ പറയുന്നത് ഇങ്ങനെ, അതായത് ഇപ്പോ ട്രാൻസ്ഫർ ചെയ്യുന്ന രോഗികൾക്ക് വെറുതെ ട്രാൻസ്ഫർ വാങ്ങിച്ച് അവിടെ നിന്ന് പോവുകയല്ല ചെയ്യുന്നത്. ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഫിസിഷ്യന്റെ കയ്യിൽ നിന്ന് ഒരു റഫറൽ ഫോം അവര് വാങ്ങിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്, മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് കേട്ടോ. റഫറൽ ഫോമിൽ ഉണ്ടാവുന്നത് രോഗിയുടെ പേര് വിവരങ്ങൾ ഉണ്ടാകും, രോഗിയുടെ മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടാകും, രോഗിക്ക് എന്ത് ട്രീറ്റ്മെന്റ് ആണ് ആ ഒരു ഹോസ്പിറ്റലിൽ കൊടുത്തിരിക്കുന്നതെന്ന് ഉണ്ടാകും, എന്താണ് ഇനി അവരുടെ ഫ്യൂച്ചർ കണ്ടീഷൻ ആവാൻ പോകുന്നതിനുള്ള എല്ലാവിധ ഡീറ്റെയിൽസ് എന്തിലുണ്ടാകും, റഫറൽ ഫോമിൽ ഉണ്ടാകും. ഓക്കെ, ഈ റഫറൽ ഫോം ആണ് നമ്മൾ ഏത് ഹോസ്പിറ്റലിലേക്കാണോ ഇദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവിടുത്തെ ഡോക്ടറിന് കൈമാറുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, എങ്ങനെയൊക്കെയാണ് ട്രാൻസ്ഫർ സംഭവിക്കുന്നത്? ഒന്ന്, നിലവിലുള്ള ഹോസ്പിറ്റലിൽ ഫെസിലിറ്റീസ് ഇല്ലാതിരിക്കുക. രണ്ട്, രോഗിക്ക് സ്പെഷ്യലൈസ്ഡ് കെയർ കിട്ടാൻ വേണ്ടിയിട്ട്. ആരാണ് റെഫർ ചെയ്യുന്നത്? ഫിസിഷ്യൻ നേരിട്ട് സജസ്റ്റ് ആണ്, അല്ലെ? അയാളാണ് നിർദ്ദേശിക്കുന്നത് ഇദ്ദേഹത്തെ റെഫർ ചെയ്യാമെന്ന്. അല്ലെങ്കിൽ എന്താണ്, രോഗിയോ രോഗിയുടെ ബന്ധുക്കളോ എന്ത് ചെയ്യാം, ഹോസ്പിറ്റൽ അതോറിറ്റിയുമായി സംസാരിച്ചിട്ട് എന്ത് ചെയ്യാം, രോഗിയെ ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ചികിത്സിച്ചിട്ടുള്ള ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് റഫറൽ ഫോം പേഷ്യന്റ് വാങ്ങേണ്ടതാണ്. ഓക്കെ, അത്രയും കാര്യമാണ് അവിടെ പറയുന്നത്. Then discharge to hospice or palliative care. ഇനി ഡിസ്ചാർജ് കൊടുക്കുന്നത് എങ്ങോട്ടാണ്? പാലിയേറ്റീവ് കെയറിലോട്ടാണ് കേട്ടോ. ഹോസ്പേസ് എന്ന് പറയുന്നത് ആരോഗ്യ സംരക്ഷണ കേന്ദ്രം അല്ലെങ്കിൽ ഒരു സാന്ത്വന സംരക്ഷണ കേന്ദ്രം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെയാണ് ഹോസ്പേസ് എന്ന് അർത്ഥമാക്കുന്നത് കേട്ടോ. പാലിയേറ്റീവ് കെയർ. ഓക്കെ, discharge to hospice or palliative care means the process of transferring a patient from a hospital or healthcare facility to a specialized program or facility that provides end-of-life care for patients with a serious or terminal illness. Okay, അതായത് ഒരു ഹോസ്പിറ്റലിലേക്കോ ഒരു പാലിയേറ്റീവ് കെയറിലേക്കോ ഡിസ്ചാർജ് ചെയ്യുക എന്നതിനർത്ഥം ഗുരുതരമായതോ അല്ലെങ്കിൽ മാരകമായിട്ടുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസിനെ അവരുടെ ലൈഫ് ലോങ്, അതായത് അവരുടെ ജീവിതാവസാനം വരെ അവരെ പരിചരിക്കുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് മതിയായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ഡിസ്ചാർജ് ഹോസ്പേസോ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. അതായത് കിടക്കാൻ വയ്യാത്ത, അതായത് കിടപ്പിലായ രോഗികളൊക്കെ ഉണ്ടാവും, അല്ലെ? കിടപ്പ് രോഗികൾ ഉണ്ടാവും, അതുപോലെ തന്നെ അനാഥരായിട്ടുള്ള രോഗികൾ ഉണ്ടാകും, തീരെ എന്താ പറയാ ഒട്ടും തന്നെ അവരുടെ ദിനചര്യൊന്നും ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസ് ഒക്കെ ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ എങ്ങോട്ടാണ് റെഫർ ചെയ്യുന്നത്, എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഈ ഒരു പാലിയേറ്റീവ് കെയറിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അവിടെ ഇവർക്ക് മതിയായിട്ടുള്ള കെയർ ലഭിക്കും, ജീവിതാവസാനം വരെ അവർക്ക് അവിടെ താമസിക്കാനുള്ള ഇതും ലഭിക്കും. അതുപോലെ തന്നെ അവരുടെ മെഡിക്കൽ കണ്ടീഷൻ എന്താണെന്ന് കണ്ടിട്ട് അവർക്ക്, അതായത് ഇങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ ഭയങ്കര പെയിൻ ഒക്കെ ഉണ്ടാകും, പിന്നെ സിംറ്റംസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടുകളും, അതുപോലെ തന്നെ ഇമോഷണൽ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ, മെന്റൽ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. ഫിസിക്കൽ സപ്പോർട്ട് മാത്രമല്ല പാലിയേറ്റീവ് കെയർ കൊടുക്കുന്നത്, അതുകൂടാതെ മെന്റൽ സപ്പോർട്ടും കൂടി ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? പാലിയേറ്റീവ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജീവിതത്തിന്റെ അവസാന കാലം വരെ അവർക്ക് അവിടെ താമസിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക സെന്റർ ആണെന്ത് ഈ ഒരു ഹോസ്പേസ് ഓർ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ 4 തരത്തിൽ നമ്മളിപ്പോ പഠിച്ചു കേട്ടോ. ഒന്ന്, റൂട്ടീൻ ഡിസ്ചാർജ് പഠിച്ചു, പലതരത്തിലുള്ള ഡിസ്ചാർജിൽ ഒന്ന് റൂട്ടീൻ ഡിസ്ചാർജ്, AMI ഡിസ്ചാർജ്, then transfer to another healthcare facility, then discharge to hospice or palliative care. ഇങ്ങനെ 4 തരത്തിലാണ് ഡിസ്ചാർജ് സംഭവിക്കുന്നത്. ഇതൊന്നും കൂടി ഒന്ന് വായിച്ചാൽ മതി, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ഓക്കെ, then അടുത്തത് ഇവിടെ കൊടുത്തിരിക്കുന്നത് things you can implement right away to remove the obstacles in your discharge process and improve revenues. Okay, ആ ഹെഡിങ്ങിൽ കൊടുത്തിരിക്കുന്നത് വായിച്ചു നോക്കിയേ, എന്താണ് അതിനകത്ത് പറയുന്നത്? അതായത് ഡിസ്ചാർജ് പ്രക്രിയയിലെ തടസ്സങ്ങൾ നീക്കുന്നതിനും വരുമാനം മെച്ചപ്പെടുത്തുന്നതിനും ഉടനടി നടപ്പിലാക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ആ ഒരു ഹെഡിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. അതിന്റെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത്
the administration must ensure. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഈ കാര്യങ്ങൾ അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത്. നമ്മള് ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ സിലബസിലുടനീളം അല്ലെങ്കിൽ ചാപ്റ്റേഴ്സിലുടനീളം കാണാൻ സാധിക്കുന്ന ഒന്നാണ് ഇത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുവർ എന്ന്. അതായത് ആ ഒരു വിഭാഗമാണ് ഇക്കാര്യങ്ങളൊക്കെ അവിടെ നടപ്പിലാകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ഹെഡിങ്ങിൽ പറയുന്നത് എന്താണ്? ഡിസ്ചാർജ് പ്രക്രിയയിലെ തടസ്സങ്ങളൊക്കെ നീക്കം ചെയ്യുന്നതിനും അതുപോലെ ഹോസ്പിറ്റലിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഉടനടി നടപ്പിലാക്കാൻ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് അത് ഉറപ്പ് വരുത്തേണ്ടത് കേട്ടോ. ഫസ്റ്റ് വൺ ഈസ് എഫിഷ്യന്റ് ബില്ലിംഗ് സിസ്റ്റം. ഓക്കെ, എഫിഷ്യന്റ് ബില്ലിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യക്ഷമമായ ബില്ലിംഗ് സംവിധാനം. ഡിസ്ചാർജ് ചെയ്യുന്ന പേഷ്യൻസിന് എന്താണ്, നമ്മളൊരു തുക എന്ത് ചെയ്യണം, അവിടെ കെട്ടിവെക്കണമല്ലോ അല്ലെ? ഡിസ്ചാർജ് ആയി പോകുമ്പോൾ ഹോസ്പിറ്റലുകളിൽ ഒരു എമൗണ്ട് നമ്മൾ കെട്ടിവെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോ ബില്ലിങ്ങിലും, അതായത് പോകാൻ നേരത്തെ ആ ഉള്ള ഒരു ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ എന്താണ്, കാര്യക്ഷമമായിട്ട് നടക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തത് ഇലക്ട്രോണിക് ചാർട്ട്സ് ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സ്. ഡിസ്ചാർജ് ചെയ്തു പോകുന്ന രോഗികളുടെ എല്ലാ റെക്കോർഡുകള്, അവരുടെ ചാർട്ടുകള്, റെക്കോർഡുകളൊക്കെ എന്ത് ചെയ്യണം, എഫിഷ്യന്റ് ആയിട്ട് സൂക്ഷിച്ച് വെക്കണം. മൂന്നാമത്തേത് ഡിസ്ചാർജ് പ്ലാനിങ് ഡ്യൂറിങ് അഡ്മിഷൻ. ഡിസ്ചാർജ് നമ്മള് പ്ലാൻ ചെയ്യേണ്ടത് രോഗി അഡ്മിഷൻ എടുക്കുന്ന ആ ദിവസത്താണ്. ആ ദിവസത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിസ്ചാർജ് പ്ലാൻ ചെയ്യേണ്ടത് കേട്ടോ. ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. കാരണം അങ്ങനെ പ്ലാൻ ചെയ്താൽ മാത്രമേ ആ രോഗിയെ നമ്മൾക്ക് ഒരു നിശ്ചിത പീരീഡ് ഓഫ് ടൈമിൽ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് പറഞ്ഞു വിടാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അഡ്മിഷൻ പ്രക്രിയ പേഷ്യന്റ് ബേസിലായിരിക്കണം നടത്തേണ്ടത്. അതുപോലെ തന്നെ ഓരോ പേഷ്യന്റിന്റെയും ഫിസിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അവിടെ വരുന്ന ഓരോ പേഷ്യന്റിന്റെയും ഫിസിക്കൽ കണ്ടീഷൻ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ അവര് വരുന്ന ആ ഒരു സമയത്ത് തന്നെ എന്ത് ചെയ്യണം, ഡിസ്ചാർജ് പ്ലാൻ ചെയ്യണം. ഓക്കെ, നാലാമത്തെ പോയിന്റ് ഇംപ്രൂവ് കെയർ കോർഡിനേഷൻ, അതായത് പരിചരണം. ഓക്കെ, അതായത് കെയർ കോർഡിനേഷൻ, അതായത് കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെ എന്ത് ചെയ്യണം, രോഗിക്ക് കെയർ കൊടുക്കണം. അത് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കണം. ഓക്കെ, ഇപ്പോൾ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ഒരു കെയർ കൊടുത്താൽ മാത്രമാണ് അവർ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഡിസ്ചാർജ് വാങ്ങി അവിടെ നിന്ന് പോവുകയുള്ളൂ അല്ലെ? അതാണ് അവിടെ പറയുന്നത് കേട്ടോ. Then better bed arrangement. ഓക്കെ, എന്താ, അതായത് ബെഡ് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് അതായത് ഒരു അഡ്മിഷൻ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് വരുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ബെഡ് അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് പോയിന്റ് എൻഷുവർ ഡിസ്ചാർജ് മെഡിക്കേഷൻ റീച്ച് ദ വാർഡ് അസാപ്പ്. അസാപ്പ് എന്ന് പറയുന്നത് ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ് കേട്ടോ. ഓക്കെ, അതായത് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് രോഗിക്ക് മരുന്ന് കൊടുക്കുമല്ലോ, വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള മെഡിക്കേഷൻ കൊടുക്കുന്നത് എത്രയും പെട്ടെന്ന്, ഓക്കെ, എത്രയും പെട്ടെന്ന് അത് വാർഡിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം, അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്തണം എന്നാണ് പറയുന്നത്. ഡിസ്ചാർജ് ആയി പോകുന്ന പേഷ്യന്റിന് മെഡിക്കേഷൻസ് എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് അവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ്, എത്രയും പെട്ടെന്ന് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, ഈ ഒരു അതായത് ഡിസ്ചാർജ് പ്രക്രിയയിലെ തടസ്സങ്ങള് നീക്കുന്നതിനും കൂടാതെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് കേട്ടോ. ഇംപ്രൂവ് കെയർ കോർഡിനേഷൻ എന്ന് പറഞ്ഞാല് രോഗി പരിചരണം കൂടുതലായിട്ട് മെച്ചപ്പെടുത്തുക. ഓക്കെ, അതായത് മറ്റുള്ള സ്റ്റാഫുകളൊക്കെ ആയിട്ട് ചേർന്നിട്ട് എന്ത് ചെയ്യാം, രോഗി പരിചരണം കൂടുതലായിട്ട് മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് അത് പറയുന്നത്. ഓക്കെ, പിന്നെ ഡിസ്ചാർജ് ചെയ്ത ആസ് സൂൺ ആസ് പോസിബിൾ. അസാപ്പ് എന്ന് പറയുന്നത് ആസ് സൂൺ ആസ് പോസിബിൾ, എത്രയും പെട്ടെന്ന്, വളരെ പെട്ടെന്ന് കേട്ടോ, എത്രയും പെട്ടെന്ന്. ഇപ്പൊ BCG ഒക്കെ എടുക്കുമ്പോ കുഞ്ഞുങ്ങൾക്ക് ജനിച്ച ഉടനെ 24 മണിക്കൂറിനുള്ളിൽ കൊടുക്കണം എന്ന് പറയില്ലേ? അതായത് ജനിച്ചിട്ട് എത്രയും പെട്ടെന്ന് എന്ത് കൊടുക്കണം, കുട്ടിക്ക് നമ്മുടെ BCG പ്രൊവൈഡ് ചെയ്യണം അല്ലെ? അതിനെ പറയുന്നത് ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ്, കുട്ടി ജനിച്ച് എത്രയും പെട്ടെന്ന്. അതുപോലെ തന്നെ ഡിസ്ചാർജ് വാങ്ങുന്ന ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് എന്ത് കൊടുക്കണം, അദ്ദേഹത്തിന്റെ വാർഡില് മെഡിക്കേഷൻസ്, അയാൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള മരുന്നുകൾ എത്തിക്കണം. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ.
അത് നിങ്ങൾക്ക് വായിച്ചു പോകാവുന്നേ ഉള്ളൂ കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് ഡിസ്ചാർജ് പ്ലാനിങ് ഡ്യൂറിങ് അഡ്മിഷൻ. അതായത് ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആവാനായിട്ട് വന്നു കഴിഞ്ഞാല് ആ സമയത്ത് തന്നെ അഡ്മിറ്റ് ആവുന്ന ആ ഒരു ടൈമിൽ തന്നെ ഡോക്ടർ എന്ത് ചെയ്യും? ഡിസ്ചാർജ് പ്ലാൻ ചെയ്യും. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, നെക്സ്റ്റ് വരുന്നത് പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ് ഓൺ ഡിസ്ചാർജ്. ഓക്കെ, അപ്പോ ഈ പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു ഡിസ്ചാർജിന്റെ 5 Ds ഒന്ന് എഴുതിയെടുക്കണം കേട്ടോ. 5 Ds, 5 Dകൾ ഉണ്ട് ഡിസ്ചാർജിന്. ഇതിനകത്ത് അത് മെൻഷൻ ചെയ്തിട്ടില്ല, അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. നോട്ടൊക്കെ എല്ലാവരുടെയും കയ്യിലില്ലേ? നോട്ടൊക്കെ കയ്യിലെടുത്തോ കേട്ടോ. മനസ്സിലായി ഞാൻ പറഞ്ഞത്? അതായത് ഞാൻ പറഞ്ഞു തരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. ഡിസ്ചാർജിന് ഒരു 5 D ഉണ്ട്. ഓക്കെ, ആദ്യത്തെ D എന്ന് പറയുന്നത് 5 Ds ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്, ആദ്യത്തെ D എന്ന് പറയുന്നത് ഡയഗ്നോസിസ് ആണ്. ഓക്കെ, ഡയഗ്നോസിസ് ആണ് ആദ്യത്തെ D. രണ്ടാമത്തെ D എന്ന് പറയുന്നത് ഡ്രഗ്സ് ആണ്. ഡ്രഗ്സ് എന്ന് പറയുന്നത് മരുന്നുകൾ കേട്ടോ, ഡ്രഗ്സ്. മൂന്നാമത്തെ D എന്ന് പറയുന്നത് ഡോക്ടറാണ്. ഓക്കെ, ഡോക്ടറാണ്. നാലാമത്തെ D എന്ന് പറയുന്നത് ഡയറക്ഷൻ ആണ്. ഡയറക്ഷൻ ആണ് നാലാമത്തെ D ആയിട്ട് വരുന്നത്. ദെൻ അഞ്ചാമത്തെ D എന്ന് പറയുന്നത് ഡയറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് 5 Ds ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഒന്നും കൂടി പറയാം. ആദ്യത്തെ D എന്ന് പറയുന്നത് ഡയഗ്നോസിസ്. ഓക്കെ, ഡയഗ്നോസിസ്. രണ്ടാമത്തെ D എന്ന് പറയുന്നത് ഡ്രഗ്സ്. ഡ്രഗ്സ്. മൂന്നാമത്തെ D എന്ന് പറയുന്നത് ഡോക്ടർ ആണ്. ഡോക്ടർ. നാലാമത്തെ D എന്ന് പറയുന്നത് ഡയറക്ഷൻ ആണ്. അഞ്ചാമത്തെ D എന്ന് പറയുന്നത് ഡയറ്റ് ആണ്. ഓക്കെ, എഴുതിയെടുത്തോ? 5th പോയിന്റ്. അഞ്ചാമത്തെ D ഡയറ്റ്. ഡയറ്റ്, ഡയറ്റ് കേട്ടോ. ഓക്കെ, ഡയഗ്നോസിസ്, ഡ്രഗ്സ്, ഡോക്ടർ, ഡയറക്ഷൻ, ഡയറ്റ്. 5 Dകളാണ് കേട്ടോ ഡിസ്ചാർജിന്റെ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പോളിസി ആൻഡ് പ്രൊസീജിയർ ഓൺ ഡിസ്ചാർജ്. ഡിസ്ചാർജിന്റെ പോളിസികൾ, നയങ്ങളും നടപടിക്രമങ്ങളും എങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇതിനകത്ത് ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് പർപ്പസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഡിസ്ചാർജിന്റെ ഉദ്ദേശം എന്താണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടു പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ഫോർ ദ ഡിസ്ചാർജ് ഓഫ് ഇൻപേഷ്യന്റ് ഫ്രം ഹോസ്പിറ്റൽ. ഡിസ്ചാർജിന്റെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞാല് ഡിസ്ചാർജ് ചെയ്തു പോകുന്ന പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻ കൊടുക്കുക. ഓക്കെ, ഗൈഡ് ലൈൻ കൊടുക്കുക. അവർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഡിസ്ചാർജ് അല്ലെങ്കിൽ ഡിസ്ചാർജ് പ്രൊസീജിയർ ആൻഡ് പോളിസിയുടെ പർപ്പസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പോളിസി ആൻഡ് പ്രൊസീജിയർ ആണ് നമ്മളിവിടെ പറയുന്നത്. അതിനകത്ത് അതിന്റെ പർപ്പസ് ആയിട്ട് വരുന്നത് ടു പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ഫോർ ഡിസ്ചാർജ് ഓഫ് ഇൻപേഷ്യൻസ് ഫ്രം ദ ഹോസ്പിറ്റൽ. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഡിസ്ചാർജ് പോളിസി ആൻഡ് പ്രൊസീജിയറിന്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാല് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കണം. ടു പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ഫോർ ദ ഡിസ്ചാർജ് ഓഫ് ഇൻപേഷ്യൻസ് ഫ്രം ദ ഹോസ്പിറ്റൽ. ഓക്കെ, നമുക്ക് പോളിസികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസ്ചാർജിൽ വരുന്ന പോളിസികൾ. ഫസ്റ്റ് വൺ ഈസ് ഡിസ്ചാർജ് പ്രൊസീജിയർ ഷാൾ ബി ഫോളോവർഡ് ടു മേക്ക് ഷുവർ ദാറ്റ് patients are discharged effectively and efficiently, allowing the most favorable resources. അതായത് തന്നിരിക്കുന്ന ഹോസ്പിറ്റലിൽ കൊടുത്തിരിക്കുന്ന വിഭവങ്ങൾ, അതായത് റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് പേഷ്യൻസിന് എഫക്റ്റീവ് ആയിട്ടുള്ള, എഫിഷ്യന്റ് ആയിട്ടുള്ള ഡിസ്ചാർജ് പ്രൊവൈഡ് ചെയ്യുക. അതായത് ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോകുന്നതിന് മുമ്പായിട്ട് ആ ഡിസ്ചാർജിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പോളിസിയിൽ വരുന്നത് കേട്ടോ. ഒന്നുകൂടി പറയാം. ഒരു പേഷ്യന്റ്
ഡിസ്ചാർജ് ആയി പോകുന്നതിന് മുന്നോടിയായിട്ട് അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും, അതായത് എഫിഷ്യന്റ് ആയിട്ടും അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടും ചെയ്തു കൊടുക്കുക. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആൻ ഓതറൈസ്ഡ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ഷോൾ ഓൺലി മെയ്ഡ് ബൈ ആൻ ഓർഡർ ഫ്രം ദ പ്രൈമറി കൺസൾട്ടന്റ്. However, a patient may discharge himself, herself against medical advice. അതായത് ഒരു ഓതറൈസ്ഡ് ഡിസ്ചാർജ്, ഒരു അംഗീകൃത ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഫിസീഷ്യൻ ആണ് എന്ത് കൊടുക്കുന്നത്, ആ ഒരു ഓർഡർ കൊടുക്കുന്നത്. ഫിസീഷ്യന്റെ ഓർഡറിലൂടെ മാത്രമാണ് ഒരു രോഗിക്ക് എന്ത് കിട്ടുള്ളൂ, ഡിസ്ചാർജ് കിട്ടുള്ളൂ. ഒരു ഡോക്ടർ എഴുതി തരാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹോസ്പിറ്റലിൽ നിന്ന് പോകാനായിട്ട് പറ്റില്ല. പക്ഷേ AMA ഡിസ്ചാർജിൽ എന്ത് ചെയ്യാം, രോഗിക്ക് അയാളുടെ ഇഷ്ടപ്രകാരം എന്ത് ചെയ്യാം, പോകാം. അതിനെയാണ് AMA ഡിസ്ചാർജ് എന്ന് പറയുന്നത്. റുട്ടീൻ ഡിസ്ചാർജിൽ എന്ത് ചെയ്യണം, അതായത് ചികിത്സിക്കുന്ന ഡോക്ടർ ഒരു ഓർഡർ, ഡിസ്ചാർജ് ഓർഡർ നമുക്ക് തന്നാൽ മാത്രമാണ് നമ്മളെ ഹോസ്പിറ്റലിൽ നിന്ന് വിടുക, അല്ലെ? അപ്പൊ ഒരു ഓതറൈസ്ഡ് ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടുത്തെ പ്രൈമറി കൺസൾട്ടന്റ്, ആരെയാണോ നമ്മള്, ഏത് ഡോക്ടറെയാണോ കാണിച്ചിരിക്കുന്നത്, അദ്ദേഹം നമ്മൾക്ക് ഒരു ഓർഡർ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഹോസ്പിറ്റലിൽ നമുക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, then third point, the consultant or his designee shall document discharge instructions in the patient medical record at the time of anticipated discharge. ഓക്കെ, അതായത് കൺസൾട്ടന്റോ അല്ലെങ്കിൽ കൺസൾട്ടന്റിന്റെ നിർദ്ദേശപ്രകാരം ഡിസ്ചാർജ് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആളോ രോഗിയുടെ മെഡിക്കൽ റെക്കോർഡിൽ ഡിസ്ചാർജ് നിർദ്ദേശങ്ങള് രേഖപ്പെടുത്തണം. ഓക്കെ, അതായത് രോഗി ഡിസ്ചാർജ് വാങ്ങി പോകുന്ന ആ ഒരു സമയത്ത്, ഡിസ്ചാർജ് കുറിപ്പ് ഡോക്ടർ എഴുതുന്ന സമയത്ത്, ഒന്നില്ലെങ്കിൽ ഡിസ്ചാർജ് സമ്മറി ഡോക്ടർ ആവാം എഴുതുന്നത്, അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഒരു സ്റ്റാഫ് ആകാം എന്ത് എഴുതുന്നത്, ഡിസ്ചാർജ് സമ്മറി എഴുതുന്നത്. അങ്ങനെ എഴുതുന്ന സമയത്ത് അയാൾ വീട്ടിൽ പാലിക്കേണ്ട ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, അതുകൂടാതെ അദ്ദേഹത്തിന്റെ മെഡിക്കേഷൻസ് എന്നിവ അടങ്ങിയിട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും ഈ ഒരു മെഡിക്കൽ റെക്കോർഡില് രേഖപ്പെടുത്തണം എന്നാണ് പറയുന്നത് കേട്ടോ. ഡിസ്ചാർജ് സമയത്ത് നമ്മളിപ്പോ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ നമ്മൾ അഡ്മിറ്റ് ആയിട്ട് നമ്മൾ ഡിസ്ചാർജ് വാങ്ങുന്ന ആ ഒരു സമയത്ത് ഡോക്ടർ നമ്മളെ പ്രത്യേകം വിളിപ്പിക്കുക, അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ റൂമിൽ വന്നിട്ട്, നമ്മളെ വാർഡിൽ വന്നിട്ട് ഡോക്ടർ എന്ത് ചെയ്യും, ഡിസ്ചാർജ് സമ്മറി എഴുതുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ പ്രത്യേകം അതിനകത്ത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും എത്ര മരുന്നുകൾ കഴിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, then നാലാമത്തെ പോയിന്റ്, a discharge summary shall be prepared and all the patients are provided with a discharge summary at the time of discharge. ഓക്കെ, അതായത് ഡിസ്ചാർജ് സമ്മറി എപ്പോഴാണ്, അതായത് എല്ലാ പേഷ്യൻസിന്റെയും ഡിസ്ചാർജ് സമ്മറി എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകും. ഇനി ഡിസ്ചാർജ് സമയത്ത് ഈ ഡിസ്ചാർജ് സമ്മറി ആർക്ക് കൊടുക്കും, പേഷ്യന്റില് കൊടുത്തുവിടും. ഓക്കെ, നമ്മുടെ അടുത്ത് ഉണ്ടാവുമോ ഒരു പ്രത്യേക ഒരു കാർഡോ അല്ലെങ്കിൽ ഒരു പേപ്പറോ നമുക്ക് തരുമോ അവിടെ നിന്ന് വരുമ്പോൾ, ഡിസ്ചാർജ് വാങ്ങി വരുന്ന സമയത്ത് ഡോക്ടർ അല്ലെങ്കിൽ വാർഡ് സിസ്റ്റർ എന്ത് ചെയ്യും, നമുക്കത് നേരിട്ട് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാ പേഷ്യൻസിന്റെയും എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ചാർജ് സമ്മറി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത് ഡിസ്ചാർജ് ആകുന്ന സമയത്ത് പേഷ്യന്റിന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ദെൻ അഞ്ചാമത്തെ പോയിന്റ്, the ward sister shall be the responsible person to ensure compliance with this policy like billing, duration to finish a discharge process, etc. Okay, വാർഡ് സിസ്റ്റർക്ക് ചില കാര്യങ്ങളിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഓരോ വാർഡിലായിരിക്കുമല്ലോ പേഷ്യൻസ് അഡ്മിറ്റ് ആയി കിടക്കുക. അപ്പൊ അവിടെയുള്ള വാർഡ് സിസ്റ്റർക്ക് എന്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്, കുറെ കാര്യങ്ങളില് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതായത് ബില്ലിങ്ങിന് എത്ര സമയം വരുന്നുണ്ട്, അതുപോലെ ഡിസ്ചാർജിന് എത്ര സമയം വരുന്നുണ്ടെന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടത് ആരാണ്, വാർഡ് സിസ്റ്റർ ആണ്. ഓക്കെ, നമ്മൾക്ക് ഇപ്പൊ ഡിസ്ചാർജ് പോകാനായിട്ട് കുറച്ചൊക്കെ താമസിച്ചു കഴിഞ്ഞാൽ, അതായത് അവിടെ നിന്ന് ബില്ലൊക്കെ ശരിയായിട്ട് വരാനായിട്ട് കുറച്ച് താമസം എടുക്കുമല്ലോ. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ചെന്ന് അന്വേഷിക്കുന്നത് ഈ വാർഡ് സിസ്റ്ററിന്റെ അടുത്തായിരിക്കും.
ആ വാർഡിലെ ഡ്യൂട്ടിയുള്ള സിസ്റ്ററിന്റെ അടുത്തേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കും എപ്പോഴാണ് എനിക്ക് ഡിസ്ചാർജ് ലഭിക്കുക, ഇനി എത്ര നേരം എടുക്കും എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും, ബില്ലിംഗ് സെഷനിലോട്ട് വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കും. അപ്പൊ അവർ പറയും ചിലപ്പോൾ വൈകുന്നേരം ആവും പോവാൻ, അല്ലെങ്കിൽ 1-2 മണിക്കൂറൊക്കെ താമസം വരുന്നൊക്കെ അവർ നമ്മളോട് ഇൻഫോം ചെയ്യും അല്ലെ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തേണ്ടത് ആരാണ്, വാർഡ് സിസ്റ്റർ ആണ്. ഇതിനൊക്കെയാണ് ഉറപ്പുവരുത്തേണ്ടത്. അതായത് പേഷ്യന്റിന്റെ ബില്ലിങ്ങിന് എത്ര സമയം വരുന്നുണ്ട്, കൂടാതെ ഡിസ്ചാർജിന് എത്ര സമയം വരുന്നുണ്ടെന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടത് വാർഡ് സിസ്റ്ററിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, 6th point, the discharge summary shall contain all patient details. അതായത് ഒരു ഡിസ്ചാർജ് സമ്മറിയില് പേഷ്യന്റിന്റെ എല്ലാ തരത്തിലുള്ള വിവരങ്ങളും അടങ്ങിയിരിക്കണം. അദ്ദേഹം എന്തൊക്കെ മരുന്നുകളാണ് കഴിച്ചത്, എന്ത് ട്രീറ്റ്മെന്റ് ആണ് അദ്ദേഹം എടുത്തത്, അയാൾ ഇതിന്റെ വീട്ടിൽ ചെന്നാല് അയാളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്തിലുണ്ടാകും, ഈ ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, then 7th point, increase of death. The discharge summary must include the cause of death. ഇനി അതായത് in case of death ആണ് കേട്ടോ, സോറി, in case of death അതായത് മരണം ഉണ്ടായി കഴിഞ്ഞാല് ഡിസ്ചാർജ് സമ്മറിയിൽ മരണകാരണം ഉൾപ്പെടുത്തണം. ഓക്കെ, ഒരു പേഷ്യന്റ് അവിടെ അഡ്മിറ്റ് ആയിരിക്കുകയാണ്, പെട്ടെന്ന് ഒരു ദിവസം അഡ്മിറ്റ് ആയിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ, ആ ഒരു ടൈമിൽ തന്നെ അവരവിടെ വെച്ച് മരണപ്പെടുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞാല് അവർക്കും എന്ത് കൊടുക്കും, ഡിസ്ചാർജ് സമ്മറി കൊടുക്കും. കാരണം എന്താ, ഓൺ ഡെത്ത് എന്ന് പറയുന്നത്, മരണം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ വെച്ച് ഒരു പേഷ്യന്റ് മരിച്ച് അവരുടെ ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നത് ഒരു ഡിസ്ചാർജ് ആണെന്ന് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മരണം ഉണ്ടായി കഴിഞ്ഞാല് ഡിസ്ചാർജ് സമ്മറിയിൽ എന്ത് രേഖപ്പെടുത്തണം, മരണത്തിന്റെ കാരണം രേഖപ്പെടുത്തണം. എങ്ങനെയാണ് അവർ മരിച്ചത്, ചില രോഗിക്ക് ചിലപ്പോൾ കാർഡിയാക് അറസ്റ്റ് വന്നിട്ടുണ്ടാവാം, ചില രോഗികൾക്ക് സെറിബ്രൽ ഹെമറേജ് വന്നിട്ടുണ്ടാകാം, അങ്ങനെയാണ് പെട്ടെന്ന് മരണം സംഭവിക്കുന്നത് അല്ലെ. അപ്പോ മരണ കാരണം എന്തിരുന്നാലും എന്തിന് രേഖപ്പെടുത്തണം, ഡിസ്ചാർജ് സമ്മറിയിൽ രേഖപ്പെടുത്തി വെക്കണം. ഓക്കെ, eighth point, the nurse shall be responsible for completing the discharge checklist and explaining the discharge summary to the patient, family. Understanding shall be recorded in document on the discharge checklist by getting signed by the patient, family. അതായത് ഡിസ്ചാർജ് ചെക്ക്ലിസ്റ്റ് കംപ്ലീറ്റ് ആക്കേണ്ടതും രോഗിക്ക് അല്ലെങ്കിൽ ഫാമിലിക്ക് ഡിസ്ചാർജ് സമ്മറി വിശദീകരിക്കേണ്ടതും നഴ്സിന്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡിസ്ചാർജ് സമ്മറി പേഷ്യന്റിൽ കൊടുക്കും അല്ലെ. അങ്ങനെ കൊടുക്കുമ്പോൾ അത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അത് കംപ്ലീറ്റ് ആണോ എന്ന് ആര് ഉറപ്പുവരുത്തണം, നഴ്സ് ഉറപ്പുവരുത്തണം. അതുകൂടാതെ രോഗിക്ക് അല്ലെങ്കിൽ രോഗിയുടെ ഫാമിലിക്ക് അത് വിശദീകരിച്ച് കൊടുക്കണം. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഡോക്ടർ എഴുതിയിരിക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഇനി അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നഴ്സ് വായിച്ചു കൊടുക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ പേഷ്യന്റ് അല്ലെങ്കിൽ ഫാമിലി എന്ത് ചെയ്യണം, അത് സൈൻ ചെയ്തുകൊണ്ട്, ഡിസ്ചാർജ് സമ്മറി സൈൻ ചെയ്തുകൊണ്ട് ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റിലെ ഡോക്യുമെന്റിൽ രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പൊ ഡിസ്ചാർജ് സമ്മറി കൊടുത്തു കഴിഞ്ഞാല് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നഴ്സ് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ട്. അതിനകത്ത് പേഷ്യന്റോ അല്ലെങ്കിൽ ഫാമിലിയിലെ ആരെങ്കിലും എന്ത് ചെയ്യണം, അത് സൈൻ ചെയ്യണം. അതായത് അവർക്ക് എന്താ പറയാ, എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ സൈൻ ചെയ്യുന്നത്, അതായത് നഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നു, പ്രോപ്പർ ആയിട്ടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് ഹോസ്പിറ്റൽ അധികൃതർക്ക് അവര് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതായത് ഹോസ്പിറ്റൽ അധികൃതർ ഇവരോട് വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ രോഗിക്ക് മതിയായിട്ടുള്ള കാരണങ്ങൾ, അതായത് വിശദീകരിച്ചു കൊടുത്തില്ലേ ഡിസ്ചാർജ് സമ്മറി എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് എന്താണ്, ഒരു ഡോക്യുമെന്റ് കാണിക്കണം അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് സൈൻ ചെയ്ത് എന്ത് ചെയ്യുന്നത്, മേടിക്കുന്നത് കേട്ടോ. ഓക്കെ, 9th point, patient who requests discharge against medical advice shall be explained the risk and informed consent policy. Okay, അതായത് ഈ നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് വാങ്ങി പോകുന്ന പേഷ്യൻസ് ഉണ്ട് അല്ലെ. അതായത് അവരുടെ റിക്വസ്റ്റ് അനുസരിച്ച് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആയിട്ട് പോകുന്ന ധാരാളം പേഷ്യൻസ് ഉണ്ട്. അങ്ങനെ പോകുന്ന പേഷ്യൻസിന്
അവർ പോയി കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാവുന്ന റിസ്കുകളെ കുറിച്ചും അതുപോലെ തന്നെ കൺസെന്റ് ഫോമിനെ കുറിച്ചും എന്ത് ചെയ്ത് കൊടുക്കണം, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അങ്ങനെ ചില കാര്യങ്ങളും കൂടി ചെയ്യേണ്ടതുണ്ട് കേട്ടോ. ഓക്കെ, then 10th point, patients who leave hospital against medical advice are to be explained on the consequence of LAMA and signature to be obtained in LAMA form in inpatient record. ഓക്കെ, ഇവിടെ പറയുന്നത് ലാമ പേഷ്യൻസ്, അതായത് ലീവ് അഗേൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ് എന്ത് ലാമ എന്ന് പറയുന്നത് അല്ലെ. അതായത് നിർബന്ധപൂർവം ആളുകൾ ഡിസ്ചാർജ് ആയി പോകുമ്പോൾ, അതായത് ലാമ കേസുകൾ ലീവ് അഗെയിൻസ്റ്റ് സ്വന്തം ഇഷ്ടപ്രകാരമാണ് രോഗി പോകുന്നതെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് എന്ത് ചെയ്തു കൊടുക്കണം, പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൂടാതെ അങ്ങനെ പോകുന്ന രോഗികളുടെ അടുത്ത് നിന്ന് സിഗ്നേച്ചർ വാങ്ങിച്ച് അത് ഇൻ പേഷ്യന്റ് റെക്കോർഡില്, ലാമയുടെ ഇൻ പേഷ്യന്റ് റെക്കോർഡില് സൂക്ഷിക്കണം എന്ന് കൂടി പറയുന്നു. അപ്പോ നിർബന്ധപൂർവമാണ് ഡിസ്ചാർജ് വാങ്ങി പോകുന്നതെങ്കിൽ അവരോട് പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ അവരുടെ സൈൻ വാങ്ങി ഇൻ പേഷ്യന്റ് റെക്കോർഡിൽ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. ഓക്കെ, ഈ 10 പോയിന്റ് പറഞ്ഞത് ക്ലിയർ ആണോ? ഒരു 10 പോയിന്റ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലിയർ ആണോ? ക്ലിയർ ആണ്? ഓക്കെ, ലാമ ഫുൾ ഫോം ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഇതൊക്കെ AMA വരുന്നതാണ് കേട്ടോ. അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസിലാണ് ഇത്രയും കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, ഒന്നും കൂടി പറയാം, 10 പോയിന്റ് ഞാൻ ഒന്നും കൂടി ഷോർട്ട് ആയിട്ട് പറയാം കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ആദ്യത്തെ പോയിന്റ് എന്താ പറയുന്നത്, ഡിസ്ചാർജ് ആയി പോകുന്ന വ്യക്തികൾക്ക് എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഡിസ്ചാർജ് നമ്മൾ കൊടുക്കണം. ഓക്കെ, ആ ഹോസ്പിറ്റലിലെ ഉള്ള അവൈലബിലിറ്റി വെച്ചിട്ട് എന്ത് ചെയ്യണം, റിസോഴ്സസ് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഒരാൾക്ക് നമ്മൾ എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടുള്ള ഡിസ്ചാർജ് പേഷ്യന്റിന് കൊടുത്തിരിക്കണം. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഒരു ഓതറൈസ്ഡ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ആണെങ്കിൽ അത് നമുക്ക് തരുന്നത് കൺസൾട്ടന്റ് അല്ലെങ്കിൽ നമ്മളെ കാണിച്ചിരിക്കുന്ന ഒരു ഡോക്ടർ ആയിരിക്കും. ഓക്കെ, ഇനി അല്ലാതെയും എന്ത് ചെയ്യുന്നുണ്ട്, പേഷ്യൻസ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആയിട്ട് പോകുന്നതുണ്ട്. ഓക്കെ, ഒരു റൂട്ടീൻ ഡിസ്ചാർജ് ആണെങ്കിൽ അതിനെ ഡോക്ടർ എന്ത് ചെയ്യണം, നമുക്ക് സജസ്റ്റ് ചെയ്യണം അല്ലെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, രോഗികള് തനി ഇഷ്ടപ്രകാരം അവരുടെ ഇഷ്ടപ്രകാരം എന്ത് ചെയ്യാം, ഡിസ്ചാർജ് വാങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഡിസ്ചാർജ് സമയത്ത് ഒന്നില്ലെങ്കിൽ ഫിസിഷ്യൻ, ഒരു കൺസൾട്ടന്റ്, അല്ലെങ്കിൽ അയാള് നിർദ്ദേശിക്കുന്ന ഒരു സ്റ്റാഫ് ഡിസ്ചാർജ് സമയത്ത് രോഗിയുടെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം, അതായത് ഫയലില് രേഖപ്പെടുത്തണം. ഓക്കെ, ദെൻ നാലാമത്തെ പോയിന്റ്, ഡിസ്ചാർജ് സമ്മറി എല്ലാ പേഷ്യൻസിനും എന്ത് ചെയ്യുന്നുണ്ട്, പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആ ഒരു ഡിസ്ചാർജിന്റെ സമയത്ത് എന്ത് ചെയ്യുന്നു, അതായത് ഡിസ്ചാർജ് വാങ്ങി പോകാൻ നേരത്ത് എല്ലാ പേഷ്യൻസിനും എന്ത് കൊടുക്കുന്നു, ഡിസ്ചാർജ് സമ്മറി പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ വാർഡ് സിസ്റ്ററിന്റെ ഉത്തരവാദിത്വമാണ്, എന്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, അതായത് ബില്ലിങ് അതായത് ആ രോഗിക്ക് വേണ്ടിയിട്ടുള്ള ബില്ലിങ് കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തേണ്ടതും ഡിസ്ചാർജിന്റെ ടൈം എപ്പോഴാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും ആരാണ്, വാർഡ് സിസ്റ്റർ ആണ്. ഓക്കെ, ഇനി ആറാമത്തെ പോയിന്റ്, ഡിസ്ചാർജ് സമ്മറിയില് പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും എന്ത് ചെയ്തിരിക്കണം, അടങ്ങിയിരിക്കണം, ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഏഴാമത്തെ പോയിന്റ്, അതായത് ഡിസ്ചാർജ് സമ്മറിയിൽ, അതായത് മരണം സംഭവിക്കുകയാണെങ്കിൽ ഡിസ്ചാർജ് സമ്മറിയിൽ എന്താണ് മരണ കാരണമെന്ന് അടയാളപ്പെടുത്തിയിരിക്കണം. ഓക്കെ, എട്ടാമത്തെ പോയിന്റ്, ഡിസ്ചാർജ് സമ്മറി പേഷ്യന്റിനോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനോ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതും പേഷ്യന്റിന്റെയോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവിന്റെയോ സൈൻ വാങ്ങേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്, നഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആയി പോകുന്ന പേഷ്യൻസിന് അങ്ങനെ പോകുന്നതിന്റെ റിസ്കിനെ കുറിച്ചും കൺസെന്റ് ഫോമിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതും ആവശ്യമാണ്. ഇനി ലാമ മേടിച്ചു പോകുന്ന, ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആയിട്ട് പോകുന്ന പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് സിഗ്നേച്ചർ വാങ്ങിയിട്ട് അത് ഈ പേഷ്യന്റ് റെക്കോർഡില് സൂക്ഷിക്കണം. ഓക്കെ, ഇത്രയുമാണ് 10 പോയിന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. വായിച്ച് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആണോ?
ഓക്കെ, അപ്പോ നമുക്ക് കുറച്ച് അബ്രീവിയേഷൻസ് എഴുതാം കേട്ടോ. കുറച്ച് അബ്രീവിയേഷൻസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് അബ്രീവിയേഷൻസ് എഴുതാനുണ്ടാണെന്ന്. ഓക്കെ, ഡാമ അറിയാലോ നിങ്ങൾക്ക്. ഡാമ എന്താണ്? ഡാമ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഡാമ എന്താണ്? ഒന്ന് കമന്റ് ചെയ്തേ. ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഓക്കെ, ഇനി ലാമ എന്താണ്? ലാമ 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 എന്താണ്? ലാമ ഞാനിപ്പോ പറഞ്ഞിരുന്നല്ലോ ക്ലാസ്സിൽ, ഒന്ന് കമന്റ് ചെയ്തേ. ലാമ എന്താണ്? ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ് ലാമ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സാമ എന്താണ്? SAMA, സാമ. ഇതൊക്കെ അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ് കേട്ടോ. സാമ എന്താണ്? സാമ സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ്, അല്ലെ? സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ് സാമ. ഓക്കെ, ഇനി DAOR, അതും എന്താണ്? AMA ആണ്. DAOR എന്റെ ഫുൾ ഫോം എന്തായിരിക്കും? DAOR ഒന്ന് കമന്റ് ചെയ്യാമോ? DAOR എന്താ? ഡിസ്ചാർജ് അറ്റ് ഓൺ റിസ്ക്, OWN കേട്ടോ. ഡിസ്ചാർജ് അറ്റ് ഓൺ റിസ്ക് ആണെന്ത്? DAOR എന്ന് പറയുന്നത് കേട്ടോ. ഡിസ്ചാർജ് അറ്റ് ഓൺ റിസ്ക്. ഡിസ്ചാർജ് അറ്റ് ഓൺ റിസ്ക്, DAOR. ഇനി DOPR ഉണ്ട്. DOPR ഡിസ്ചാർജ് ഓൺ പേഷ്യന്റ് റിക്വസ്റ്റ് കേട്ടോ. ഡിസ്ചാർജ് ഓൺ പേഷ്യന്റ് റിക്വസ്റ്റ്. ഡിസ്ചാർജ് ഓൺ പേഷ്യന്റ് റിക്വസ്റ്റ്. DOPR ഡിസ്ചാർജ് ഓൺ പേഷ്യന്റ് റിക്വസ്റ്റ്. ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് AMA എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ലാമ, ഡാമ, സാമ, DAOR, DOPR. ലാമയുണ്ട്, ഡാമയുണ്ട്, സാമയുണ്ട്, DAOR ഉണ്ട്, DOPR ഉണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞു തന്നിരുന്നത്. 5 എണ്ണം കേട്ടോ. സാമ സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. സാമ സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അബ്രിവേഷൻസ് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതിയാവും കേട്ടോ നിങ്ങള്. എഴുതിയോ? എല്ലാവരും എഴുതിയെടുത്തോ? എഴുതി കഴിഞ്ഞോ? ഓക്കെ, അസാപ്പ് എന്ന് പറഞ്ഞാൽ ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ് കേട്ടോ. ആസ് സൂൺ ആസ് പോസിബിൾ. നമുക്കിതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. 2 പോയിന്റ് കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. എ പേഷ്യന്റ്, 11th പോയിന്റ് ആണ് കേട്ടോ. എ പേഷ്യന്റ് ഹു കംസ് ടു കാഷ്വാലിറ്റി take treatment and leave hospital with the CMO consent, as OP consultations are given prescription based on patient condition. അതായത് കാഷ്വാലിറ്റിയിൽ വന്ന് ചികിത്സ എടുത്ത് ആശുപത്രി വിടുന്ന ഒരു രോഗിക്ക് CMO ആണ് പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ മനസ്സിലാക്കി CMOയുടെ സമ്മതത്തോടെ OP കൺസൾട്ടേഷനുകൾക്ക് പ്രിസ്ക്രിപ്ഷൻ നൽകുന്നത്. ഓക്കെ, ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് രാത്രി ഒരു വയറുവേദന വന്നെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ്.
ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന എവിടെയായിരിക്കും? കാഷ്വാലിറ്റിയിലായിരിക്കും അല്ലെ കാണിക്കുക. കാരണം എന്താ, OP രാവിലെയാണ് വർക്കിംഗ് തുടങ്ങുക. അപ്പൊ കാഷ്വാലിറ്റിയിൽ കാണിക്കും. ആ ഒരു ദിവസം മുഴുവനും നിങ്ങൾ, ആ ഒരു നൈറ്റ് മുഴുവനും നിങ്ങൾ ആ കാഷ്വാലിറ്റിയിൽ കിടന്നു. ഓക്കെ, പിറ്റേ ദിവസം ആവുമ്പോൾ കാഷ്വാലിറ്റിയിലുള്ള ഡോക്ടർ നിങ്ങളെ ചെക്ക് ചെയ്യാനായിട്ട് വരും. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ചിലപ്പോൾ നിങ്ങളോട് പറയുന്നുണ്ടാകും, സ്കാൻ ചെയ്തിട്ട് വരാനായിട്ട് പറയുന്നുണ്ടാവും. വയറുവേദനയായിട്ടാണ് പോയത് അല്ലെ, അപ്പൊ ഒരു CT സ്കാൻ ചെയ്യാനായിട്ട് പറയുന്നുണ്ടാവും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, നിങ്ങൾ റിസൾട്ടുമായിട്ട് അവിടെ ചെല്ലുകയാണ്, ഡോക്ടറുടെ അടുത്ത് ചെല്ലുകയാണ്. അപ്പൊ ഡോക്ടർ പറയാണ് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, ഫിസിഷ്യനെ കാണിക്കാനായിട്ട് പറയാണ്. ഓക്കെ, അതായത് നേരം വെളുത്തു അല്ലെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, OPയില് ഫിസിഷ്യനെ കാണിക്കാം. അങ്ങനെ CMO എന്ത് തരും, അതായത് ആ കാഷ്വാലിറ്റി ഇൻചാർജ് ഉള്ള ആൾ എന്ത് തരും, നമുക്കൊരു ചീട്ട് തരും അല്ലെ. ആ ചീട്ട് നമ്മൾ എന്ത് ചെയ്യണം, OPയിൽ കൊണ്ടുപോയി ഫിസിഷ്യനെ കാണിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയും എന്ത് നടക്കുന്നുണ്ട്, അതും എന്ത് തന്നെയാണ്, ഒരു ഡിസ്ചാർജിന്റെ ഒരു പ്രോസസ് തന്നെയാണ്. കാരണം എന്താ, തലേ ദിവസം ആണ് കാഷ്വാലിറ്റിയിൽ വന്ന് അഡ്മിറ്റ് ആയത്, പിറ്റേ ദിവസം CMOയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ഫിസിഷ്യനെ കാണിക്കുന്നത്. ഓക്കെ, ദെൻ 12th പോയിന്റ് എന്ന് പറഞ്ഞാല്, ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് എവറി ഹോസ്പിറ്റൽ ഹാസ് ആൻ ഓർഗനൈസ്ഡ് ഡിസ്ചാർജ് പ്ലാനിംഗ് ആൻഡ് ദാറ്റ് ക്യാൻ ഇൻക്രീസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഓരോ ആശുപത്രിയിലും ഒരു സംഘടിത ഡിസ്ചാർജ് പ്ലാനിംഗ് ഉണ്ട്. അതായത് ഓരോ ഹോസ്പിറ്റലും ഉണ്ട്, ഒരു കൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ, സംഘടിതമായിട്ടുള്ള ഒരു ഡിസ്ചാർജ് പ്ലാനിംഗ് ഉണ്ട്. അത് രോഗിയുടെ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്താനായിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഡിസ്ചാർജ് ആയി പോകുന്ന ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം ആ രോഗി പോകുന്ന സമയത്ത് ഫുൾ സാറ്റിസ്ഫാക്ഷനോട് കൂടിയായിരിക്കണം ആ ഒരു രോഗി ആ ഹോസ്പിറ്റലിൽ വിടുന്നത്. അത് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ മൈക്ക് ഓൺ ചെയ്യാട്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മാം ഇപ്പൊ പറഞ്ഞ 12ാമത്തെ പോയിന്റ് ഒന്നുകൂടെ പറയാമോ? അതായത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഒരു ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒന്നാണ് ഇതിനകത്ത് 12th പോയിന്റ് പറയുന്നത്, ഒരു എന്താ പറയാ, അതായത് രോഗിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡിസ്ചാർജ് പ്ലാനിങ് ഉണ്ടാക്കി കൊടുക്കുക. അതുകൂടാതെ രോഗി പോകുന്ന സമയത്ത് അവൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതാണ് പറയുന്നത് കേട്ടോ. രോഗിക്ക് പോകുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, വിഷമിച്ചിട്ട് പോകാനായിട്ട് പാടില്ല. ഫുൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളും ആ പേഷ്യന്റിന് കിട്ടിയിരിക്കണം, ലഭിച്ചിരിക്കണം. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, തിങ്സ് ക്യാൻ ബി ഇംപ്ലിമെന്റഡ് റൈറ്റ്. അതിനകത്തെ വാർഡ് ASAP അതിന്റെ ഫുൾ ഫോം ഒന്ന് പറയാമോ? ASAP ആണോ? ആസ് സൂൺ ആസ് പോസിബിൾ, എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ആകുന്ന രോഗിക്ക് എത്രയും പെട്ടെന്ന് വാർഡില് മരുന്നുകള് പ്രൊവൈഡ് ചെയ്തിരിക്കണം, നൽകിയിരിക്കണം, എത്രയും പെട്ടെന്ന്. ഓക്കെ, ആസ് സൂൺ ആസ് പോസിബിൾ കേട്ടോ, അതാണ് ASAP. മിസ്സേ, നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക? ഇത് ഫുൾ ആയിട്ട് നമ്മൾ പഠിക്കണോ? ഇല്ല, ഇത് വായിച്ചാൽ മതി കേട്ടോ, വായിച്ചാൽ മതിയില്ല. ഞാൻ ചോദിക്കാം. അതായത് ഒരു എക്സാമ്പിൾ പറയാം. അതായത് ആരാണ് ഡിസ്ചാർജ് സമ്മറി എഴുതി തരുന്നത്? ആരാണ് എഴുതുന്നത്? ആരാണ് ഇന്നത്തെ ഡിസ്ചാർജ് സമ്മറി? ഫിസിഷ്യൻ അല്ലെ, ഫിസിഷ്യൻ പ്രൈമറി കൺസൾട്ടന്റ്, അയാളാണ് ഡിസ്ചാർജ് സമ്മറി എഴുതുന്നതെന്ന്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് വരിക. അതുപോലെ തന്നെ ഫുൾ ഫോമുകൾ വരും. അതുകൊണ്ടാണ് ഞാൻ കുറെ ഫുൾ ഫോം തന്നത് കേട്ടോ. ഇപ്പൊ ലാമ, ഡാമ, സമ അങ്ങനെയുള്ള ഫുൾ ഫോംസ് വരാറുണ്ട്. നമ്മൾക്ക് പ്രധാനമായിട്ടും ലാമയും ഉണ്ട്, ഡാമയും ഉണ്ട്. അതിന്റെ ഒരു നേരൊരു, അതായത് ഒരു കുഞ്ഞു ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. നമുക്കൊന്ന് അത് പഠിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരും. എല്ലാവരും AMA ആണ്, പിന്നെ എന്താണ് ഇത് ഇത്രയും അബ്രിവിയേഷൻസ് വരുന്നതെന്ന് അല്ലെ. അതായത് ഓരോന്നിനും ഓരോരുത്തരായിട്ടുള്ള അബ്രിവിയേഷൻസ് ഉണ്ട്. പക്ഷെ ലാമയും ഡാമയ്ക്കും ഒരു നേരിയൊരു ഡിഫറൻസ് ഉണ്ട്. അതായത് ഡാമയില്, അതായത് ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസില് ഡോക്ടറുമായിട്ട് ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, രോഗി പ്ലാൻ ചെയ്യുന്നു. എനിക്കിപ്പോ എന്താ പറയാ, ഈ ഹോസ്പിറ്റലിൽ തുടരാനായിട്ട് താല്പര്യമില്ല, എനിക്ക് ഇവിടെ നിന്ന് ഡിസ്ചാർജ് എഴുതി തരണം എന്ന് ആര് പറയുന്നുണ്ട്?
പേഷ്യന്റ് പറയുന്നുണ്ട്. അപ്പോ പേഷ്യന്റ് ആരോട് കൂടി ആലോചിക്കുന്നു? ആരോടാ കൂടി ആലോചിക്കുന്നേ? ആരോട്? ഡോക്ടറോട് ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, ഡോക്ടർ അപ്പൊ തന്നെ ഡിസ്ചാർജ് കൊടുക്കുമോ അവർക്ക്? ഇല്ല. പറയുമ്പോ അപ്പൊ തന്നെ കൊടുക്കില്ല അല്ലെ? ഡോക്ടർ എന്ത് ചെയ്യും? അതായത് അയാളുടെ മെഡിക്കൽ കണ്ടീഷനെ കുറിച്ച് പറയും, കൂടാതെ അയാൾ പോയാലുള്ള റിസ്കിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കും. ഓക്കെ, എന്നിട്ടും എന്ത് ചെയ്യുന്നില്ല? എനിക്ക് സമ്മതിക്കുന്നില്ല, എനിക്ക് പറയണം എനിക്ക് എന്തായാലും ഇവിടെ നിന്ന് പോയിരിക്കണം എന്ന് പറയണം. ഒരു ഡോക്ടർ എന്ത് ചെയ്യും? കൺസെന്റ് ഫോം സൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യും? ഡിസ്ചാർജ് കൊടുക്കും. ഓക്കെ, രോഗി പോയി. അതിനാണ് നമ്മൾ ഡാമ എന്ന് പറയുന്നത്. ഇനി ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഉണ്ട്. ലീവ് ആവാണ്, പോവാണല്ലോ അവിടെ. ആ പേരിൽ തന്നെ ഡിഫറൻസ് മനസ്സിലാവും. ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. അതായത് ഡാമയിലെ ആ പ്രൊസീജിയർ തന്നെ, അതായത് ഡോക്ടറോട് പറയുന്നു നിൽക്കാനായിട്ട് താല്പര്യമില്ല, എനിക്ക് ഇവിടുന്ന് പോകണമെന്ന് പറയാണ്. ഡോക്ടർ എന്ത് ചെയ്യും? ഡാമയിൽ പറഞ്ഞ പോലെ തന്നെ ദൂഷ്യഫലങ്ങളെ കുറിച്ചും മെഡിക്കൽ കണ്ടീഷനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കും. കൺസെന്റ് ഫോം കൊടുക്കും. ഓക്കെ, കൺസെന്റ് ഫോം കൊടുക്കും. പക്ഷെ രോഗി എന്ത് ചെയ്യില്ല? ഒപ്പിടില്ല. അതാണ് ലാമ എന്ന് പറയുന്ന ഡിഫറൻസ് കേട്ടോ. ഡാമയില് കൺസെന്റ് ഫോം സൈൻ ചെയ്ത് ഡോക്ടറെ അടുത്ത് കൊടുക്കുന്നുണ്ട്, ലാമയില് കൺസെന്റ് ഫോം കൊടുക്കുന്നില്ല. ഓക്കെ, അതാണ് ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഡിഫറൻസ് മനസ്സിലായോ? ക്ലിയർ ആണോ? ഡാമയില് കൺസെന്റ് ഫോം സൈൻ ചെയ്ത് കൊടുക്കും, പക്ഷെ ലാമയില് അങ്ങനെ കൊടുക്കുന്നില്ല. ഡോക്ടറോട് പറയുന്നുണ്ട് ഞാൻ പോവാണെന്ന്, പക്ഷെ സൈൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഓക്കെ, ക്ലിയർ ആയിട്ട് കരുതുന്നത് കേട്ടോ. മാം ഈ ചാപ്റ്ററിൽ അല്ലാതെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ 7th ചാപ്റ്റർ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്? അതില് റെക്കോർഡ്സില് ഒരു പോയിന്റ് വരുന്നുണ്ട്, ഇൻസിഡന്റ് റിപ്പോർട്ട്സ് ഫോം ആൻഡ് രജിസ്റ്റർ എന്നുള്ളത്. അത് മാം പറഞ്ഞു തന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ എക്യുപ്മെന്റ്സ് ഡാമേജ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ അറിയിക്കണം, റെക്കോർഡ് അറിയിക്കണം എന്നാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. മാം ആദ്യം മിസ് എടുക്കുന്ന സമയത്ത് മാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്, അതായത് ഒരു സംഭവം നടക്കുകയാണെന്നുണ്ടെങ്കിൽ, ആക്സിഡന്റ് എക്സാമ്പിൾ ആയിട്ട് ഒരു ആക്സിഡന്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഷ്യന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ആയിരിക്കുമല്ലോ വരിക. അപ്പം ആ നടന്ന സംഭവത്തിന്റെ ഡേറ്റ്, ടൈം, പ്ലേസ്, അതിൽ ഉൾപ്പെടുന്ന ആളുകള്, പരിക്കേറ്റവരുടെ ഡീറ്റെയിൽസ്, സാക്ഷികളുടെ ഡീറ്റെയിൽസ് എന്നിവ രജിസ്റ്റർ ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്, റിപ്പോർട്ടാണ് ഇത് എന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത് ഏതാ മാം കറക്റ്റ്? കറക്റ്റ് എക്യുപ്മെന്റ്സ് ആണ് കേട്ടോ. ഓക്കെ ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, അതെന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതായിരിക്കാം മാതിരി കേട്ടോ. ഓക്കെ മാം, ഓക്കെ, താങ്ക് യു. ഇത് കൺഫ്യൂഷൻ ആയിരുന്നേ, അതുകൊണ്ടാണ് ഞാൻ അത്രയും ക്ലാരിറ്റി ആയിട്ട് നിങ്ങളോട് പറയുന്നത്. ഓക്കെ 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 മാം. ഞാൻ അല്ല, ഇത് രണ്ടും ഉണ്ടായതുകൊണ്ട് കൺഫ്യൂഷൻ ആയിട്ട് ചോദിച്ചേ ഉള്ളൂ. അറിയില്ല, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതായത് വരും ചിലപ്പോ ടീച്ചേഴ്സ് പറയുമ്പോൾ ചില ഇത് വരാറുണ്ട്. കാരണം ആ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് ചില ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഈ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഇൻസിഡൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് എക്യുപ്മെന്റ്സുകൾ തകരാറിലാവുന്നതും അത് റിപ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ മാം, ഓക്കെ മാം, താങ്ക് യു. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പറഞ്ഞു മാം, ഈ ലാമയില് കൺസെന്റ് ഫോം സൈൻ ചെയ്ത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അങ്ങനെ കൊടുക്കാതെ ആ പേഷ്യന്റ് പോയാൽ അപ്പൊ ആ പേഷ്യന്റ് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പൊ ഹോസ്പിറ്റലിന് എന്തെങ്കിലും അത് നിലവിൽ അത് കേസിന്റെ രജിസ്ട്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. കേസായിട്ട് കോടതിയിലോട്ടൊക്കെ ആ ഒരു ഇത് പോകുന്നത് അതാണ് കേട്ടോ. അപ്പൊ അങ്ങനെയും ഹോസ്പിറ്റലിൽ വിടും, ഇപ്പൊ സൈൻ ചെയ്ത് കൊടുത്തില്ലെങ്കിലും പേഷ്യന്റിനെ വിടും അല്ലെ? ചില പേഷ്യൻസ് ഒളിച്ചോടി പോകാം, അവര് സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിലവിൽ ട്രീറ്റ്മെന്റ് ഇരിക്കുന്ന അങ്ങനെയും വരുന്നുണ്ട്. ഓക്കെ, അതായത് അബ്സ്കോണ്ട് എന്ന് പറയാം, ഒളിച്ചോട്ടെന്ന് പറയാം. അതായത് നിലവിൽ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന ഒരു പേഷ്യന്റ് ആരോടും പറയാതെ എന്ത് ചെയ്യാണ്, അവിടെ നിന്ന് ചിലപ്പോൾ മതിരാടിയൊക്കെ പോവാം. നമ്മളങ്ങനെ മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ? അങ്ങനെയൊക്കെ വരുന്നതില് ആ പേഷ്യന്റ് അല്ലെങ്കിൽ ആ ഡോക്ടറുടെ ഭാഗത്തു നിന്നൊക്കെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അത് ആരും അറിയിക്കാതെ ആണ് എന്ത് ചെയ്യുന്നത്, സെക്യൂരിറ്റി പോലും ചിലപ്പോൾ കാണില്ല അവര് പോകുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കേസിലൊക്കെ ഹോസ്പിറ്റലിൽ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇതുപോലെ തന്നെ അതായത് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഇയാൾ ഒപ്പിടാൻ തയ്യാറായില്ലെങ്കിൽ അതിനുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ. ചിലപ്പോൾ സ്റ്റാഫുകൾ അവിടെ കൂടെ നിൽക്കുന്നുണ്ടാവും, ഡോക്ടറുടെ കൂടെ സ്റ്റാഫുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ പേഷ്യന്റെ കൂടെ വേറെ അവരുടെ റിലേറ്റീവോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടാകും. അവരുമായിട്ട് പിന്നീട് ഈ പേഷ്യന്റ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരുമായിട്ട് ചിലപ്പോൾ ചോദിക്കാം, ഇങ്ങനെ കൺസെന്റ് ഫോം സൈൻ ചെയ്യാൻ അയാൾ തയ്യാറായില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരെ എന്ത് ചെയ്യും, സാക്ഷി പറയും, ഇല്ല തയ്യാറായില്ല. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ തെറ്റ് വരുന്നില്ലല്ലോ.
കേസ് ആകാൻ ചിലപ്പോ കോടതിയിലോട്ടൊക്കെ ആ കേസ് പോകാം, പക്ഷെ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഓക്കെ ആണോ? മാം അതാണോ കോഡ് യെല്ലോയില് വരുന്നത്? എന്താ? ഈ പേഷ്യന്റ് ഇങ്ങനെ മിസ് ആവുന്നതാണോ കോഡ് യെല്ലോയില് വരുന്നത്? ഇങ്ങനെയാണോ? മിസ്സിംഗ് പേഷ്യന്റ് അതായത് നിലവിൽ ചികിത്സയിൽ ഇരിക്കുന്ന ഒരു പേഷ്യന്റ് പോവാണ്, ആരോടും പറയാതെ പോവാണ്, അത് മിസ്സിംഗ് പേഷ്യന്റ് ആണ്. അപ്പൊ ഒരു പേഷ്യന്റ് ഇവിടെ മിസ് ആയിട്ടുണ്ടെന്ന് അലർട്ട് കൊടുക്കാണ് ഹോസ്പിറ്റലിൽ കേട്ടോ. ഇപ്പൊ ഏകദേശം ഒരു കണക്ഷൻ കിട്ടിയോ നിങ്ങൾക്ക്? കിട്ടി. ഓക്കെ, കിട്ടിയെങ്കിൽ നല്ലത് കേട്ടോ. ഓക്കെ, അപ്പോ ഇത്രയും പോയിന്റ്സ് ആണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഓപ്പൺ ആയിട്ട് ചോദിക്കാവുന്നതാണ്. എന്നെ കൊണ്ട് പറ്റാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, തെറ്റ് പഠിച്ചു വെക്കാനായിട്ട് പാടുള്ളതല്ല, അത് മാത്രമേ പറയാം. ഓക്കെ, ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am.